ഇവിടെ ഇപ്പോൾ കാണുന്നത് പശുക്കളാണ് കേട്ടോ. പക്ഷേ പശുക്കളെ പറ്റിയല്ല പറയാൻ പോകുന്നത്. അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പാൽ കൂടുവാനുമുള്ള തീറ്റപ്പുല്ലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് പശുക്കളെയും അവരുടെ കുട്ടികളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ അവരിൽ പെട്ടവരുടെ ചില കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തീറ്റപ്പുല്ല് നട്ടതാണ് ഈ കാണുന്നത്. തീറ്റപ്പുല്ല് നടുന്നത് വാരം കോരി വേണം നടാൻ. നല്ല മൂത്ത തണ്ട് നോക്കിയാണ് നടുന്നത്. 4-5 തണ്ടെടുത്ത് ചെരിച്ച് നട്ടു കൊടുക്കണം. മുള മുകളിൽ വരുന്ന രീതിയിലായിരിക്കണം നട്ടു കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ചു കൊടുത്താൽ എല്ലാ മുട്ടിൽ നിന്നും മുള വരികയും വേഗം മുള വളർന്ന് വരുവാനും സഹായിക്കും. നട്ട ശേഷം ചാണകം കലക്കി ഒഴിക്കുകയോ അല്ലെങ്കിൽ വിതറി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ആദ്യ വിളവെടുപ്പിന് ശേഷം ജൈവവളമോ ചാണകപ്പൊടിയോ ഏതെങ്കിലും ഇട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഒരു 5-6 വർഷമെത്തിയ തീറ്റപ്പുല്ലാണ് ഈ നിൽക്കുന്നത്. ഇത് 2 മാസം കൂടുമ്പോൾ വെട്ടിയെടുത്ത ശേഷം മറ്റ് കളകളായിട്ടുള്ള പുല്ലുകളൊക്കെ കളഞ്ഞ് വളമൊക്കെ ഇട്ട് കൊടുത്ത് ആദ്യം മണ്ണിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ 2 മാസം കൂടുമ്പോൾ നമുക്ക് പിന്നെയും പുല്ല് വെട്ടിയെടുക്കാവുന്നതാണ്. പൂവ് വിരിയുന്നതിന് മുമ്പായിട്ട് വെട്ടിയെടുക്കണം. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഗുണം കുറയും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൂ വിരിയുമ്പോഴേക്കും വെട്ടിയെടുക്കുക. അതുപോലെ തന്നെ തലഭാഗം വെട്ടിയെടുക്കരുത്. അതിൻ്റെ കടയോട് ചേർത്ത് വേണം, മണ്ണിനോട് ചേർത്ത് വേണം വെട്ടിയെടുക്കാൻ. പിന്നെ അത് പുതിയത് വന്നുകൊള്ളും. ഇതുപോലെ കടഭാഗത്തുനിന്ന് മാത്രം നോക്കി വെട്ടണം. നല്ല സൺലൈറ്റുള്ള ഭാഗത്ത് വേണം പുല്ല് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നന്നായി വരിക. പലതരം തീറ്റപ്പുല്ലുകളുണ്ട്. അതുപോലെ എപ്പോഴും നല്ല നന കൊടുക്കണം. വേനൽക്കാലമാകുമ്പോൾ ഇവിടെ ഇപ്പോൾ ഡ്രിപ്പ് നന കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് നന്നായി നനച്ചു കൊടുക്കുകയും വേണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.